Good morning, all. Good morning. Okay, എല്ലാവരും ഹാപ്പിയിലാണല്ലേ? Good morning. എന്റെ പേര് സോളി എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കേണ്ട ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആണോ? Yes, miss. Yes, miss. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പോ എന്താ പറയാ, കോപ്പറേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ അല്ലെ മ്യൂട്ട് ആക്കിയിട്ടാണ് ക്ലാസ് എടുക്കുകയുള്ളൂ. ലാസ്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും അൺമ്യൂട്ട് ആക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ആ ടൈമിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് തുടങ്ങാലോ. പേര് സബ്ജക്ട് ഏതാണെന്നൊന്ന് പറയുമോ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലാണ് ഞാൻ എടുക്കുന്നത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റല് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, എന്റെ പേര് സോളി, SOLY. ഓക്കെ, അപ്പൊ നിങ്ങൾ 2-3 ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ മൺഡേ തുടങ്ങിയതാണ്. അപ്പോ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ക്യാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഓൺലൈൻ ടീച്ചിങ് അത് നമ്മൾ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് പോകേണ്ടതൊക്കെ നോട്ട് ചെയ്ത് പോകുക. ഞാൻ എന്തായാലും ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ചില പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ നോട്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയും. അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്നത് ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സിനാണ് വന്നിരിക്കുന്നത് അല്ലെ. നിങ്ങൾ എല്ലാവരും ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു പവർ അല്ലെ, അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അവർക്ക് കുറെ തീരുമാനങ്ങളല്ലേ അല്ലെ, നയങ്ങളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ടാവും. അത് മാനേജ്മെന്റിന്റെ സമ്മതത്തോടു കൂടിയിട്ടായിരിക്കും ആ നയങ്ങളൊക്കെ രൂപീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റൽ എന്ന ഒരു ചുമരിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, അതുകൊണ്ട് തന്നെയാണ് ഓരോ ടീച്ചേഴ്സും ഓരോ ടോപ്പിക്കുകൾ എടുക്കുന്നത് അല്ലെ. ഇൻപേഷ്യന്റ് എന്താണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങി നിങ്ങൾക്ക് അറിയാം. ഓരോ ടീച്ചേഴ്സ് കയറി എടുത്തു തുടങ്ങുന്നുണ്ട്. എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, ഈവൻ ഡയറ്ററി സർവീസ് ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചാണെങ്കിലും, വെന്റിലേറ്ററിനെ കുറിച്ചാണെങ്കിലും, നിങ്ങൾക്കെല്ലാം അല്ലെ ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി കാണും. എന്തൊക്കെ മാറ്റേഴ്സ് അല്ലെ, ഇത്രയും ചാപ്റ്റേഴ്സ് എന്തിനാ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കോർഡിനേഷനും അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം ഒരു അഡ്മിനിസ്ട്രേറ്ററിന് അതിന്റെ റോള് നിർവഹിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് അത് എത്രത്തോളം ഉണ്ട്, ആ ചുമരിനുള്ളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ബ്രീഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനുള്ളിലുള്ള ഓരോ ഇത്, അതായത് ഇപ്പൊ ഫാർമസിനെ കുറിച്ചിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടാവും, ഡയറ്ററിക്സ് അല്ലെ, നമ്മുടെ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട ഇതുണ്ടാവും. ഓരോന്നിനെയും കുറിച്ചിട്ടും ഓരോ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. എന്താണെന്നുള്ളതിന്റെ ഒരു ബ്രീഫ് സ്ട്രക്ചർ ആണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കോപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതൊരു നല്ല ഒരു ഇതായിട്ട് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ മനസ്സിലാക്കി. ഹോസ്പിറ്റലിന്റെ ആ മൊത്തത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് ഇതിനെ പ്രതിപാദിക്കുന്നത്. അപ്പൊ 3 ആയിട്ടാണ് അതിനെ ഫസ്റ്റ് അല്ലെ മെയിൻ ആയിട്ട് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, തേർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ പ്രധാനമായിട്ടും അല്ലെ ക്ലാസിഫൈ ചെയ്യുന്നത് എത്ര തരത്തിലാണ്? 3 ടൈപ്സിലാണ്.
ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ചെറിയതായിട്ടാണെങ്കിലും ചിലപ്പോഴൊക്കെ എന്താണ് എക്സാം അല്ലെ നമ്മള് എക്സാമുകളിലെല്ലാം മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഉൾപ്പെടുത്തി പോകുന്നുണ്ടാവാം. എങ്കിൽ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതൊക്കെ ആയിട്ട് വരും. എന്താണ് എത്ര തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന പോയിന്റ്സ് ആണ് എന്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 3 മെയിൻ ഹെഡിങ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി വീണ്ടും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതാണ് OPD. എന്താണ് OPD? ആർക്കെല്ലാം പറയാൻ പറ്റുമോ? എന്താണ് OPD സ്റ്റാൻസ് ചെയ്യുന്നത്? എന്താണ് അത്? ബ്രീഫായിട്ടാണ് OPD കൊടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാൻ പറ്റുമോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? എനിവൺ? ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഗുഡ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, യെസ്, എല്ലാവരും തന്നെ കോപ്പറേറ്റീവ് ആണ് അല്ലെ നമ്മളോട് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ അല്ലെ നമ്മള് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മള് എന്താ പറയുന്നത് OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വീണ്ടും IPD എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് വീണ്ടും അല്ലെ മെസ്സേജ് അയക്കാൻ എളുപ്പമാണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് IPD എന്ന് പറയുന്നത്. ഇനി OPD എന്ന് പറയുന്നത് എന്താണ്? OPD എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് OPD എന്ന് പറയുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആയി. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ 2 ക്ലാസിഫിക്കേഷനിൽ വരുന്ന വൺ തിങ് എന്താണ്? OPD, എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ നെക്സ്റ്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OP എന്ന് പറയുന്നത് OP ഡോക്ടേഴ്സ് അല്ലെ നമ്മൾ ഒരിക്കലും പ്രധാനമായിട്ടും ഒരു ടൈമിനുള്ളിൽ തന്നെ അല്ലെ എന്താ പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ മതിൽക്കെട്ടില് ഒരു ദിവസം അല്ലെ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ട് അവിടുത്തെ സേവനം കാഴ്ചവെച്ചിട്ട് തിരിച്ചു പോവുകയാണ് അല്ലെ. അവിടെ അഡ്മിഷൻ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ എന്തായി അത്? ഓക്കെ, OP കൺസൾട്ടിങ് ആണ്. തീർച്ചയായിട്ടും ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് അവര് തരുന്ന അല്ലെ അവരുടെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് നടക്കുന്നത്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അഡ്മിഷൻ. ഓക്കെ, എത്രയേ ഉള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. എന്താണ് OPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ അല്ലെ, അഡ്മിഷൻ ഇല്ല. അവിടെ ആ ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് നമുക്കറിയാം നേരത്തെ കുട്ടിയൊക്കെ ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അവര് എന്താണ് OPD അല്ലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു കൺസൾട്ടേഷൻ വിങ്ങിൽ ചെന്ന് ഡോക്ടറിനെ ഏത് ഡോക്ടറിനാണോ എടുക്കുന്നത് അല്ലെ ചീറ്റ് എടുക്കുന്നത് അവിടെ ചെന്നിട്ട് ആ ഡോക്ടറിനെ വിസിറ്റ് ചെയ്ത് അവരുമായിട്ട് രോഗങ്ങളുടെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച് അവര് തരുന്ന ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസ് എല്ലാം അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചിട്ടകളെല്ലാം പാലിക്കാന്നുള്ള തരത്തില് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഓക്കെ, അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് പ്രധാനമായിട്ടും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ 3ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിന് ഒന്നാമതായിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ദെൻ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ദെൻ അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലിലെ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെങ്ങനെയാണ് ചികിത്സയുടെ തുടക്കം? ഒന്നില്ലെങ്കിൽ OPD ആയിട്ട്, അതായത് എന്താണ് ഔട്ട് പേഷ്യന്റ് എന്നുള്ള ആ ഒരു ലെവലിലായിരിക്കും. ദെൻ അല്ലെങ്കിൽ എന്താണ് അഡ്മിഷൻ അല്ലെ ഇൻപേഷ്യന്റ് എന്നുള്ള ലെവലിലായിരിക്കും അവർ ചെല്ലുന്നത് ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്ക് ഓക്കെ ഇനി ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഇൻപേഷ്യന്റ് ആവാം. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടെ പറയണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. സാധാരണയായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ അതായത് ഹോസ്പിറ്റലില് പേഷ്യന്റ് എന്തിനു പോണതാ? ആക്ച്വലി നമ്മൾ പേഷ്യന്റ് എന്തിനാണോ പോകുന്നത്? പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് തീർച്ചയായിട്ടും ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ അല്ലെ. രോഗങ്ങളുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിൽ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയില്ല, ഒന്നല്ലെങ്കിൽ അവരെന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി. ഓക്കെ, ട്രീറ്റ്മെന്റിന് വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോരും അല്ലെ. നമ്മള് സാധാരണയായിട്ട് ഡോക്ടറെ കണ്ടിട്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ അല്ലെ ഇൻ കേസ് വീക്കിലി ചിലപ്പോ ഒന്നും കൂടി ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വരാനായിട്ട് പറയാം. എങ്കിൽ കൂടി എന്താണ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ടേ തീരുമാനിക്കാനായിട്ട് സാധിക്കൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യന്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഡോക്ടറിനെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്.
ഇൻപേഷ്യന്റ് എന്ന് വരുമ്പോൾ എന്താണ് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ സ്ഥിരീകരിക്കുകയാണ് എന്താണ് ഇവരുടെ അഡ്മിഷൻ വേണ്ടി വരും. അതായത് ഈ വ്യക്തിക്ക് എന്താണ് വെറുതെ ഒരു മരുന്നുകൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം, അല്ലെ ഭക്ഷണത്തിന് ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ മാത്രം ഇദ്ദേഹത്തിന്റെ രോഗത്തിന് ശമനം കിട്ടില്ല എന്ന് ഉണ്ട് എങ്കിൽ എന്താണ് ഡോക്ടർ അഡ്മിഷൻ ചെയ്തത്, അല്ലെ? അങ്ങനെ വരുമ്പോഴാണ് ഇൻപേഷ്യന്റ് ആവുന്നത്, അതായത് അഡ്മിഷൻ വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 2 കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നാമതായിട്ട് എന്താണ് ഔട്ട് പേഷ്യന്റ് ആവാം, രണ്ടാമതായിട്ട് എന്താണ് ഇൻപേഷ്യന്റ് ആവാം. അതാണ് ഒ പി ഡി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് OPD എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ചാപ്റ്റർ പഠിക്കാനുണ്ടാവും. IPD എന്ന് പറഞ്ഞ അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിച്ച് അല്ലെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇത് മാത്രം അറിയാം. ഓക്കെ, അപ്പൊ തന്നെ നെക്സ്റ്റ് എന്താണ് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. എന്താണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മനസ്സിലായി എന്താണ് അവിടെ രോഗനിർണയം, അതെ നമ്മള് രോഗത്തിന്റെ നിർണയങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. സാധാരണയായിട്ട് ഡോക്ടറിന്റെ കൺസൾട്ടേഷനും അഡ്മിഷൻ ഇൻപേഷ്യന്റ് ആകുമ്പോൾ വരികയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇവരെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് അല്ലെ ഇവര് ഹെൽപ്പ് ചെയ്യുന്നത് ഡോക്ടർ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് സഹായമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ആവശ്യമാണ്, അല്ലെ? പ്രധാനമായിട്ട് എന്താണ് തെറാപ്യൂട്ടിക് എന്ന് വെച്ചാൽ ചികിത്സാപരമായിട്ട് അവിടുത്തെ ചികിത്സ. ഇപ്പൊ നമ്മൾ ഔട്ട് പേഷ്യന്റ് ആയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഡോക്ടർ സാധാരണയായിട്ട് മരുന്ന് കുറിക്കും, അല്ലെ? ആ മെഡിസിൻസ് എന്തായാലും ഫാർമസിയിൽ നിന്ന് പോയി മേടിച്ചിട്ട് ഇൻ കേസ് ചിലപ്പോ നമുക്കറിയാം ചില ഹോസ്പിറ്റലൊന്നും എന്താണ് മതിയായ മെഡിസിൻസ് ഒന്നും അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അത് പുറത്തുനിന്ന് മേടിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷെ അവിടെ എന്തുണ്ടാവും? ഫാർമസി ഉണ്ടാവും, അല്ലെ? അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഡോക്ടർ കുറിക്കുന്ന മെഡിസിൻസ് എല്ലാം ആ പേഷ്യന്റിന് കരസ്ഥമാക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഫാർമസി. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നോട്ട് ചെയ്ത് വെക്കാട്ടോ. OPD എന്താന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് കുറിച്ചിട്ടുണ്ടാവും, അല്ലെ? ചിലരെങ്കിലും അറിയാത്തവരെങ്കിലും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവൂലേ? പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ അതൊക്കെ നോട്ട് ചെയ്ത് പോണോട്ടോ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ മെസ്സേജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ചിലർക്ക് അറിയാത്തവർക്ക് ആ മെസ്സേജ് നോക്കി തന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ പറയും, അപ്പൊ പെട്ടെന്ന് അല്ലെ ചിലർക്കൊക്കെ എഴുതിയെടുക്കാനായിട്ട് എളുപ്പത്തിനാണ് ഞാൻ മെസ്സേജ് കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് തെറാപ്യൂട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സാപരമായിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഫാർമസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മെഡിസിൻസ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ചിലവർക്കൊക്കെ കിട്ടിയവരുണ്ടാവും, അറിയില്ല. എനിവേ അതൊക്കെ നിങ്ങൾ ഇത് നമ്മള് ക്ലാസ് മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഇല്ലാത്തവർ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്ത് പോവുക, ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഞാൻ അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഹെഡിങ് കൊടുത്ത് അതിന്റെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കണ്ടു OPD അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്നത്. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് നോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്താണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടീവ് ആവശ്യമാണ്, അല്ലെ? അതിനെ താങ്ങിക്കൊണ്ടുള്ളത്. അപ്പൊ തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് എന്താണ് ഫാർമസി, മെഡിസിൻസ് ഒക്കെ നമുക്ക് അല്ലെ പേഷ്യന്റിന് തീർച്ചയായിട്ടും അവിടെ നിന്ന് സ്വീകരിച്ചിട്ട് വേണം പോകാനായിട്ട്. ഫിസിയോതെറാപ്പി ചിലപ്പോഴൊക്കെ നമുക്കറിയാം എന്താണ് ഫിസിയോതെറാപ്പി എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. ഓക്കെ, ഫിസിയോതെറാപ്പി എന്തിനു വേണ്ടിയാണായിരിക്കും പറയുന്നത്? സാധാരണ ഒരു കുഴപ്പമില്ലാത്ത പേഷ്യൻസിന്, നോർമൽ പേഷ്യൻസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറയും. അത് സാധാരണ നോർമൽ ആയിട്ടുള്ള പേഴ്സൺസിനാണോ? അല്ല, അവരുടെ എന്തെങ്കിലും ബോണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. നമുക്കറിയാം കിടപ്പ് രോഗികളൊക്കെ ആവുമ്പോൾ അല്ലെ അവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. ഇനി ബോണിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വരുമ്പോഴൊക്കെ
ഫിസിയോതെറാപ്പി ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി അതേമാതിരി തന്നെ ബോണിന് അല്ലെ, നമ്മുടെ എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ് കാലുകളോ കൈക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും ട്രീറ്റ്മെന്റ് ഓർത്തോ കേസുകളൊക്കെ വരുമ്പോൾ, അങ്ങനത്തെ കേസുകൾ എന്ന് പറയുന്നത് എല്ലുമായി ബന്ധപ്പെട്ട അല്ലെ, അത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോഴെന്താണ് അവർക്ക് ഒരു ഫിസിയോതെറാപ്പിയുടെയും കൂടി ആവശ്യമുണ്ടാകും ഈ ഒരു കാര്യം ശരിയാകാനായിട്ട് അല്ലെ, ഇഞ്ചുറി പോലെന്നൊക്കെ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതൊക്കെയാണ് ഫിസിയോതെറാപ്പി. അവർക്ക് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. സാധാരണയായിട്ട് മെഡിസിൻസ് മാത്രം ശരിയാവില്ല. അങ്ങനെ വരുമ്പോഴെന്താണ് ഇത്തരത്തിലുള്ള ചികിത്സാ രീതി കൂടി അവലംബിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഫാർമസി എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. എന്തിന്റെ സപ്പോർട്ടീവ് രീതിയിൽ വരുന്നത്? തെറാപ്യൂട്ടിക്, ചികിത്സാപരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ മെഡിസിൻസ് കഴിക്കുക, ഇന്ന മെഡിസിൻ കഴിക്കുക, ഒപ്പം ഫിസിയോതെറാപ്പി കൂടി ചെയ്താൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ രോഗം ശമനമാവുകയുള്ളൂ എന്നുള്ളത് ഡോക്ടർ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പാലിക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് നമുക്കറിയാം ഡയറ്റിക്സ്, അതായത് അതെന്താണ് ഡയറ്റീഷ്യൻ അല്ലെ, നമുക്കറിയാം ചില എന്താണ് ഭക്ഷണ കാര്യത്തിൽ ക്രമപ്പെടുത്തും. ഓക്കെ, ഭക്ഷണക്രമം അത് നല്ല കൃത്യമായിട്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണക്രമം നമ്മൾ മെഡിസിൻ മാത്രം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് മാത്രം, അത് ചില പേഴ്സൺസിന് അല്ലെ, ചില രോഗികൾക്ക് ഫിസിയോതെറാപ്പിയും മെഡിസിൻസും കൊടുത്ത ആ രോഗത്തിന്റെ അനുസരിച്ചിട്ട് രോഗം മാറും. ചിലവർക്ക് നമുക്കറിയാം മെഡിസിൻ്റെ ഒപ്പം ഭക്ഷണക്രമം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്കറിയാം ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ അവർക്ക് എന്താണ് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പാടില്ല? ഡയബറ്റീസ് ആണെങ്കിൽ എന്ത് ഉൾപ്പെടുത്താൻ പാടില്ല? എന്തിനെങ്കിലും കൺട്രോൾ പറയോ ഡോക്ടേഴ്സ്? ഓക്കെ, ഷുഗർ അല്ലെ. ഓക്കെ, ഗുഡ്. അപ്പൊ അവര് ഷുഗർ, ചിലപ്പോൾ പ്രഷറിന്റെ ഒക്കെ ആണെങ്കിൽ ചില അല്ലെ നമ്മൾക്കറിയാം അതിന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓക്കെ എല്ലാവരും തന്നെ സാൾട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഉപ്പ് ഉൾപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ ഷുഗർ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഇത്രത്തോളം ഊർജം ശരീരത്തിന് പാടുള്ളൂ. ചിലപ്പോഴൊക്കെ വെയിറ്റ് കൂടുന്ന പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും അവരോട് ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടെ മെസ്സേജിൽ വന്നത്. അപ്പൊ എന്താണ് ചിലര് ഭക്ഷണക്രമത്തിലും കൂടി ചികിത്സയ്ക്ക് എന്താണ് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. മെഡിസിൻ അല്ലെങ്കിൽ ചിലർക്ക് ഫിസിയോതെറാപ്പി, ചിലർക്ക് ഡയറ്റിക്സ്, അതായത് ഡയറ്റീഷ്യൻ, അതായത് നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ കാര്യങ്ങൾ അതുകൂടി നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? തെറാപ്യൂട്ടിക്, ചികിത്സാപരമായിട്ടുള്ള കാര്യം. അതിൽ ഡോക്ടേഴ്സ് ഒരുപക്ഷെ മെഡിസിൻ മാത്രം കൊണ്ട് ചിലപ്പോൾ റെസ്റ്റ് ഒക്കെ എടുത്താൽ മാറാമെന്ന് നിർദ്ദേശിക്കും. ചിലപ്പോൾ മെഡിസിന്റെ ഒപ്പം തന്നെ ചില ഫിസിയോതെറാപ്പികളൊക്കെ ചെയ്യണമെന്ന് പറയും. ചിലപ്പോഴൊക്കെ എന്താണ് മെഡിസിനോടൊപ്പം തന്നെ ഭക്ഷണ രീതിയിൽ അല്ലെ, ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തെറാപ്യൂട്ടിക്കിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ. അതായത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ഹോസ്പിറ്റലിൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടല്ലേ. അത് നമ്മൾ കണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കുറച്ച് 4 ചുമരിനുകൾക്കുള്ളിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. എന്നാൽ മാത്രം ഓരോരുത്തരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് CSSD. അതായത് CSSD എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതെങ്കിലും അറിയാമോ? CSSD അതിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? എന്താണെന്നറിയാമോ? സ്റ്റെറൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വേണ്ടവരുണ്ടെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് വരുന്നുണ്ട്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? സ്റ്റെറിലൈസേഷൻ ഓക്കെ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനാണ് ഇത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആവി. ഓക്കെ, അതും ശരിയാണ്. അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ്. അണുവിമുക്തമാക്കുക. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നത് സാധാരണയായിട്ട് നമുക്കറിയാം അല്ലെ. അവിടെ ഹോസ്പിറ്റലില് നമ്മളെ കുറെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇൻ കേസ് ഒരു പനിയാണെങ്കിൽ തന്നെ ചിലപ്പോഴല്ലേ അല്ലെ, ചെറിയ നമ്മുടെ പഴയ കാലഘട്ടത്തിലൊക്കെ അറിയാം ടെമ്പറേച്ചർ നോക്കാനായിട്ട്. ഇപ്പൊക്കെ നമുക്കറിയാം വേറെ രീതിയിലൊക്കെയാണ് അല്ലെ, അടിച്ചു നോക്കിയ ലേസർ രീതിയിലൊക്കെയാണ്.
അപ്പൊ ആ സമയത്ത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ടെമ്പറേച്ചർ നോക്കിയത് തെർമോമീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഏത് സംഭവമാണെങ്കിലും അവിടെ എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലിൽ നമുക്ക് ചെല്ലുന്നതനുസരിച്ച് ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ചെല്ലണമെങ്കിൽ എന്താണ് ആ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കത്രിക യൂസ് ചെയ്യുന്നുണ്ടാവും, മറ്റേതെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിലെല്ലാം അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ആ അണുക്കളൊക്കെ വിമുക്തമാക്കുന്ന ഒരു ഇതാണ് സ്റ്റെറിലൈസേഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്യുപ്മെന്റ്സിന്മേലുള്ള അണുക്കളെല്ലാം അല്ലെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വിങ് ആണ് ഇത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ മെയിൻ ആയിട്ട് അണുവിമുക്തമാക്കുക. ഓക്കെ, അത് തന്നെയാണ് സ്റ്റെറിലൈസേഷൻ എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട വേർഡ്. സ്റ്റെറിലൈസേഷൻ നടത്തുക എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുക. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാകും. അതായത് ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ICU അല്ലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ പല യൂണിറ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അത് എന്താണ് കളക്ട് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടും പല നിങ്ങൾക്ക് ഈ പാഠമൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററൊക്കെ ഈ CSSD എന്നൊക്കെയുള്ള ചാപ്റ്ററൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ഒക്കെ ഉണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് അത് കളക്ട് ചെയ്യുന്നത്, എക്യുപ്മെന്റ്സുകൾ കളക്ട് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് തന്നെ അവർക്ക് സപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അതൊരു ജനറൽ വിഭാഗത്തിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജനറൽ വിഭാഗത്തിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിലൂടെയാണ് എക്യുപ്മെന്റ്സ് എല്ലാം അണുവിമുക്തമാക്കി കിട്ടുന്നത്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം അണുവിമുക്തമാക്കി കിട്ടുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അത്രയും കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് അല്ലെ ബ്രീഫ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇതിലൂടെ വൈഡായിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കി തരുന്നു. കണ്ടെയ്നർ ഉപയോഗിച്ച് ഓക്കെ, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് വ്യത്യസ്ത രീതിയിലൊക്കെ ഉണ്ട്. പല തരത്തിൽ സ്റ്റെറിലൈസേഷൻ നടത്തുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പോ എന്താണ് ജനറൽ ആയിട്ടുള്ള രണ്ട് ഇതാണ്. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് CSSD ഓട്ടോക്ലേവിംഗ് ഉണ്ട്, ആ ഒരു മെഷീൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുണ്ട് കേട്ടോ. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞതാണ് നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ആവി അല്ലെ, ആവി കൊടുത്ത് ഇത്രയും ഇതില് തന്നെ അണുക്കളെ നശിപ്പിച്ച് കളയുന്ന അത്രയും മാതിരി തന്നെ ആവി കൊടുത്ത് നീരാവിയിൽ അണുവിമുക്തമാക്കിയിട്ട് ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതാണ് എന്താണ് ഓട്ടോക്ലേവിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രീതികളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വൈഡായിട്ട് പഠിപ്പിച്ചു തരും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ മതി. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സിന്റെ നശീകരണം ആ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നത്. പിന്നെ ഹൗസ് കീപ്പിംഗ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാപ്റ്റർ അല്ലെങ്കിൽ നീണ്ടു പോകില്ല. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി വിവരിച്ചത്. ഇനി ഹൗസ് കീപ്പിംഗ് നിങ്ങൾക്ക് അറിയാം അല്ലെ, ഹോസ്പിറ്റലിലെ വിങ്ങില് എല്ലായിടത്തും ക്ലീൻ ഏരിയ ആയിരിക്കണം അല്ലെ. എന്തുകൊണ്ടാ അത് ക്ലീനിങ്? ഓക്കെ, അവിടെ ക്ലീൻ ഏരിയ ആണോ എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തുകൊണ്ട് മറ്റ് പ്ലേസിനേക്കാളും കൂടുതൽ അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് എന്ന ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഏരിയ ഉണ്ടാവും. അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഏത് പോർഷൻസ് ഒക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്, ആ പേഴ്സൺസ് ഒക്കെ ചെന്ന് അവിടെയൊക്കെ ആ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അല്ലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, സൂപ്പർവൈസേഴ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ക്ലീനിങ് പരിപാടികൾ നടത്തുന്നത്. ഓക്കെ ഓക്കെ, അണുവിമുക്തമാക്കാനായിട്ടാണ് ഹൗസ് കീപ്പിംഗ് പ്രവർത്തനം നടക്കുന്നത്. ക്ലീനിങ് പരിപാടി നമുക്കറിയാം. എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ വഴിയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് അല്ലെ ആ ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ മാൻ പവറിന്റെ അല്ലെ മനുഷ്യന്റെ തന്നെ സഹായത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗം ക്ലീൻ ചെയ്ത് പോകേണ്ടത്. കിച്ചൺ ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാം കിച്ചൺ കാര്യങ്ങളൊക്കെ നടക്കുക. അതൊക്കെ നിങ്ങൾക്ക് നാച്ചുറലി അറിയാവുന്ന കാര്യങ്ങളാണ്. ലോണ്ട്രി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് വാഷ് ചെയ്യണം. ഓക്കെ, പിന്നെ മറ്റെന്തെങ്കിലും അലക്കുന്നതാണ് ലോണ്ടറി. ഓക്കെ, എന്താണ് പ്രത്യേകത കാണാറ്? ഡ്രസ്സ്. ഓക്കെ, അവര് ക്ലോത്ത് അത് തന്നെയാണ്. ഗൗൺസ് വേറെ ചെയ്യാറുണ്ട്,
ഡ്രസ്സുകൾ ധരിക്കാറുണ്ട് അല്ലെ. പുതിയ അവര് അണുവിമുക്തമായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് മാത്രമാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറാറ്. ആര് നമ്മള് പേഷ്യന്റ് ആണെങ്കിലും ക്ലോത്ത് ബെഡ്ഷീറ്റ് ഒക്കെ അലക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. അതേമാത്രം തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലോ അങ്ങനെയുള്ള പ്ലേസുകളിലൊക്കെ അല്ലെങ്കിൽ ഡെലിവറി അല്ലെ അതുമായി ബന്ധപ്പെട്ട ലേബർ റൂമിലൊക്കെ കയറുമ്പോൾ അവർ കൃത്യമായിട്ട് തന്നെ ലേബർ റൂമിലല്ല അവിടുത്തെ ഓപ്പറേഷൻ കാര്യങ്ങളിലൊക്കെ കയറുമ്പോൾ അവരൊക്കെ എന്താണ് അണുവിമുക്തമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ടാണ് കയറുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താണ് ലോണ്ടറി സർവീസ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. അവിടെ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ഉൾപ്പെടെ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിഷൻ അല്ലെ ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ ക്ലീൻ ആക്കി അല്ലെ ബെഡ്ഷീറ്റ് ഒക്കെ നല്ല പുതിയ ബെഡ്ഷീറ്റും പുതിയ പില്ലോ കവറൊക്കെ തന്ന് കൃത്യമായിട്ട് അണുവിമുക്തമാക്കിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും പുതിയ പേഷ്യന്റ് കൊടുക്കുക അല്ലെ. അതെന്തുകൊണ്ടാ അണുക്കള് നശിച്ച് അല്ലെ ഒരിക്കലും ഒരു പ്ലേസിൽ ക്ലീനിങ് പോലെ തന്നെയാണ് അവിടുത്തെ ഡ്രസ്സുകളിലും അല്ലെ ലീനിയൻ തുണികളിലൊന്നും പറ്റിപ്പിടിക്കാൻ പാടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് അവിടെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് സർവീസ് നടത്തുന്നത്. സെക്യൂരിറ്റി അത് നിങ്ങൾക്കറിയാം അല്ലെ. നമ്മൾ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി പറയുന്നത് കേട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഇതെല്ലാം ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള കാര്യമാണ് ഇതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ എന്താണ് മെയിൻ്റെനൻസ് നമുക്കറിയാം. എക്യുപ്മെന്റ്സ് ആണെങ്കിലും അല്ലെ അങ്ങനെ ഹോസ്പിറ്റലിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ എന്തെങ്കിലും പണികളെല്ലാം വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് പരിഹരിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ സെക്യൂരിറ്റി ഒക്കെയാണ്. ദെൻ മെയിൻ്റെനൻസ് നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ കേടുപാടുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ പരിഹരിച്ച് പോകണം അല്ലെ. ഹോസ്പിറ്റലാവുമ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒന്നും വരാൻ പാടില്ല അല്ലെ. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ പോകണം. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ് സർവീസ് അല്ലെ അത് അവര് ചെയ്യും. ഹൗസ് കീപ്പിംഗ് സർവീസ് ഇൻ കേസ് ഡ്രസ്സിന്റെ അല്ലെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ലോണ്ടറി സർവീസ് അതായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എന്താണ് അതേമാതിരി തന്നെ എന്താണ് സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യും. വീണ്ടും ഇതിൽ പറയുന്നത് മോർച്ചറിയാണ് അല്ലെ. മോർച്ചറിയെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം. മോർച്ചറി എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതില് പ്രധാനമായിട്ടും മരണവുമായി സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം അത് കൈകാര്യം ചെയ്യേണ്ട വിഭാഗം തന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ജനറൽ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. തെറാപ്യൂട്ടിക്, ജനറൽ. ദെൻ തെറാപ്യൂട്ടിക്കിൽ വരുന്നതാണ് ചികിത്സാപരമായിട്ട് ഡോക്ടർ മെഡിസിൻസ് എഴുതുന്നു, ഒപ്പം തന്നെ ഫിസിയോതെറാപ്പി ചിലപ്പോൾ നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ അല്ലെ ഡയറ്റിക്സിലെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നിർദ്ദേശങ്ങൾ തരുന്നു. അതാണ് അതിൽ പെടുന്നത്. ദെൻ ജനറൽ വിഭാഗത്തില് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റെനൻസ്, മോർച്ചറി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മള് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെയാണ്. നമുക്കിപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പോ കണ്ടോ അല്ലെ ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ച് അതിന്റെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ രോഗനിർണയം. രോഗനിർണയം ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സിന് ഒറ്റയടിക്ക് രോഗം എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരെന്താ ചെയ്യുക? എന്നല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡോ അല്ലെ യൂറിനോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കാൻ പറയാം. എല്ലാവരും തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഗുഡ്. അപ്പൊ എന്താണ് രോഗനിർണയമാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ബ്ലഡോ അല്ലെങ്കിൽ യൂറിനോ അല്ലെങ്കിൽ കഫ് അല്ലെ എന്തെങ്കിലും ആണെങ്കിലും അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പറയും. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ ഏതെങ്കിലും എക്സ്റേയോ അല്ലെ CT സ്കാനോ MRI സ്കാനോ ഒക്കെ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് പറയും. അപ്പൊ രണ്ട് തരത്തില് ഇത്തരത്തിലുള്ള രോഗനിർണയം നടത്താം. ഒന്ന് ലബോറട്ടറിയില്. ഓക്കെ, തീർച്ചയായിട്ടും ശരിയാണ്. ഒന്ന് ലബോറട്ടറിയില് ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തുന്നു, മറ്റൊന്ന് റേഡിയോളജി. അപ്പൊ ലബോറട്ടറിയിൽ എന്തൊക്കെയാണ് നടത്തുന്നത്? സാധാരണയായിട്ട് ബ്ലഡ് അല്ലെ മനുഷ്യന്റെ ഫ്ലൂയിഡ്സുകൾ അല്ലെ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ദ്രാവകങ്ങൾ അല്ലെ ഒന്നല്ലെങ്കിൽ യൂറിൻ ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സീൻസ് അല്ലെ പലതരത്തിലുള്ള ദ്രാവകങ്ങളുണ്ട്. അപ്പൊ ഏത് രോഗമാണോ ആ രോഗത്തിനെ സംബന്ധിച്ചിരിക്കുന്ന ഏതെങ്കിലും ഫ്ലൂയിഡ്സ് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് വിധേയമാക്കേണ്ടതായിട്ട് വരും. ഈ ഒരു മിനിറ്റ്.
ഓക്കെ, ഹലോ, പോയില്ലല്ലോ ആരോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡയഗ്നോസ്റ്റിക്സ് അല്ലെ? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ രോഗനിർണയം അല്ലെ? രോഗനിർണയം നമ്മൾ മനസ്സിലാക്കി വ്യത്യസ്ത രീതിയിലായിരിക്കും ഡോക്ടേഴ്സിന് ചിലപ്പോ ചില കാര്യങ്ങളെല്ലാം അടുത്ത മൊമെന്റിൽ അവരുടെ ഒരു അല്ലെ എന്തെങ്കിലും ഡൗട്ടുകൾ കൊണ്ടൊന്നും ക്ലിയർ ചെയ്യാനായിട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ എന്താണ് അവര് എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് പറയും. ഒന്നില്ലെങ്കിൽ ലബോറട്ടറിയിലെ ടെസ്റ്റ്, ലബോറട്ടറിയിലെ സാധാരണയായിട്ട് ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് അല്ലെ മനുഷ്യന്റെ ഏതെങ്കിലും ദ്രാവകങ്ങൾ എടുത്തിട്ട് അതിന്റെ ടെസ്റ്റിന് വിധേയമാക്കി അതിന്റെ റിസൾട്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതാണ് ലബോറട്ടറിയിലെ ടെസ്റ്റ്. ദെൻ റേഡിയോളജി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അല്ലെ ഇന്നർ ആയിട്ടുള്ള അവയവങ്ങളുടെ എന്തെങ്കിലും കെട്ടുകളോ അല്ലെങ്കിൽ ഒടിവോ ചതവോ അതൊക്കെ എന്താ അതൊന്നും ഒരിക്കലും ദ്രാവകങ്ങൾ അല്ലെ ബ്ലഡ് ഒന്നും എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കൊണ്ട് മനസ്സിലാവില്ല. ഓക്കെ, യൂറിൻ സ്റ്റൂൾ അതെല്ലാം ലബോറട്ടറിയിലാണ്. ബ്ലഡ്, കഫ്, യൂറിൻ സ്റ്റൂൾ എന്നൊക്കെ പറയുന്നതൊക്കെ ലബോറട്ടറിയിലെ ടെസ്റ്റ് ആണ്. അപ്പൊ മറ്റു മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടാണ് രോഗനിർണയം നടത്താൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും റേഡിയോളജി വിഭാഗത്തിലേക്ക് വരും. റേഡിയോളജി വിഭാഗത്തിൽ എന്തൊക്കെ ഉണ്ടാവും? എക്സ്റേ ഉണ്ടാവും, CT സ്കാൻ ഉണ്ടാവും, MRI സ്കാൻ ഒക്കെ ഉണ്ട് അല്ലെ? CT സ്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സിനെ അറിയാം. സ്പെഷ്യൽ ഇപ്പൊ ബ്രെയിൻ്റെ ഒരു CT എടുത്തിട്ട് വരാൻ പറയുന്നത് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് അല്ലെ, ഏതോ ഭാഗത്താണ് മെഡിസിൻ കൊടുക്കേണ്ടത്, ഇഞ്ചുറീസ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലെ രക്തം കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ആ ഒരു CT സ്കാനിന്റെ റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറിന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കേസ് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ MRI സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് MRI സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ ബോഡി ഫുൾ ചെക്കപ്പ് ആണ് അല്ലെ? ഫുൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടറിന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇന്ന ഭാഗത്താണ് പ്രോബ്ലംസ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ MRI സ്കാനിന്റെ റിസൾട്ടിന്റെ ബേസിൽ ഡോക്ടറിന് രോഗനിർണയം നടത്താനും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ എന്തൊക്കെയുണ്ട്? ലബോറട്ടറി ഉണ്ട്, റേഡിയോളജി. ലബോറട്ടറിയിൽ നമ്മൾ കണ്ടോ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ അല്ലെ അതിന്റെ റിസൾട്ടിന്റെ ബേസിലാണ്, ആ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ ബേസിലാണ് ഡയഗ്നോസ്റ്റിക് ചെയ്യുന്നത്, രോഗനിർണയം നടത്തുന്നത്. റേഡിയോളജി എന്ന് പറയുമ്പോൾ അതിലെന്താണ് CT, എക്സ്റേ അല്ലെ അല്ലെങ്കിൽ MRI സ്കാനുകളുടെ റിസൾട്ടിന്റെ ബേസിലാണ് രോഗനിർണയം നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ഭാഗം? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഇൻഫോർമേറ്റീവ്? ഇൻഫോർമേറ്റീവ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ നമുക്കറിയാം. അവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നവരാരാണ്? ഈ പറഞ്ഞ എക്യുപ്മെന്റ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ എക്യുപ്മെന്റ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്നതൊക്കെ ആരാ? ഹ്യൂമൺ ആണ് അല്ലെ? മനുഷ്യന്മാരാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ കുറെ കാര്യങ്ങളും ഇതെല്ലാം അതിൽ ഉൾപ്പെടേണ്ടതുണ്ട്. തന്നെ ഇൻഫോർമേഷൻ അവർക്ക് ഈ തരത്തിലുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റിസോഴ്സസ്, അതായത് മെഡിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും, മെഡിക്കലായിട്ട് എന്തൊക്കെ റിസോഴ്സസ്, മെഡിസിനുമായിട്ടുള്ള കാര്യങ്ങളോ മറ്റേതെങ്കിലൊക്കെ വിഭവശേഷിയോ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വിഭവശേഷിയുണ്ടോ അതെല്ലാം എന്താണ് ഇൻഫോർമേറ്റീവിന്റെ അണ്ടറിലാണ് വരുന്നത്. then IT നമുക്കറിയാം ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും അല്ലെ അപ്ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും സർവേ വരാണെങ്കിൽ കൂടി ഒരു ടെൻഷനും ഇല്ല, കാരണം IT മേഖല ഓക്കെ
ബ്ലഡ് കാര്യങ്ങളെല്ലാം ഇൻഫോർമേറ്റീവ്. അത്രയും കാര്യങ്ങളെല്ലാം റിസോഴ്സ് നമുക്കറിയാം, ബ്ലഡ് ബാങ്ക് കാര്യങ്ങളൊക്കെ മെഡിക്കൽ റിസോഴ്സിൽ പെടുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്കുള്ള പ്രത്യേകത, ഇതെല്ലാം ബ്ലഡ് ബാങ്കിനെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടാവും, റേഡിയോളജിയെ കുറിച്ച് പഠിക്കാനുണ്ടാവും, ലബോറട്ടറിയെ കുറിച്ച് പഠിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഞാനൊന്ന് ഡൊണേറ്റേഴ്സ് ഇതിലാണോ എന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും ഇതെല്ലാം ഇതിൽ വരും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ റിസോഴ്സസിൽ വരാവുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ വിങ്ങിലേക്ക് നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ. ഇപ്പൊ ഡൊണേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നതും നമുക്ക് അതിന്റെ ആനുകൂല്യത്തിൽ പെടാം, അല്ലെ? നമുക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ ഒരു ഇത് ഉണ്ടായെങ്കിൽ, ആ സൗകര്യം ഉണ്ടായെങ്കിൽ മെഡിക്കൽ റിസോഴ്സസിൽ പെടാം. ഓക്കെ, അതാണ് ഇൻഫോർമേറ്റീവ്. ആ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയും കൂടി ഉണ്ടാവും കേട്ടോ. മെഡിക്കൽ റിസോഴ്സസ് ആ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതിനനുസരിച്ചിട്ടുള്ള ഇതുകൾ, അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഐടിയും അത് തന്നെയാണ്. നമുക്കറിയാം ചില ഹോസ്പിറ്റലിന്റെ എല്ലാ വിങ്ങിലും, അല്ലെ, ചിലപ്പോഴൊക്കെ നമുക്ക് മെഡിക്കൽ, അല്ലെ, ശരിക്കും ഡിസ്പ്ലേ തന്നെ കാണിക്കും. എനിക്ക് എന്താ ചീറ്റ് എടുക്കുന്നതും കാര്യങ്ങളും, അല്ലെങ്കിൽ ഡോക്ടറിന്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. ആ ടൈം ടു ടൈമിൽ ഡിസ്പ്ലേ ചെയ്തതിനെ കാണിക്കും. അതാണ് ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. അവർക്ക് ഇച്ചിരിയും കൂടി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് എങ്കിൽ ഐടി ഇച്ചിരിയും കൂടി പുരോഗമനമുള്ളതായിരിക്കും. അതിനനുസരിച്ചുള്ള സർവീസും പേഷ്യൻസിന് കൊടുത്തിരിക്കും. എന്തായാലും മസ്റ്റായാലും ഐടി ഉണ്ട്, അല്ലെ? ഏത് ഹോസ്പിറ്റലാണെങ്കിലും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഐടി ഫീൽഡിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം എന്താണ്? ഇൻഫോർമേറ്റീവ്. അതായത് അപ്പോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഫോർത്ത് പോയിന്റ് എന്താണ്? ഇൻഫോർമേറ്റീവ് ആണ്. ഇൻഫോർമേറ്റീവിൽ വരുന്നതാണ് മെഡിക്കൽ റിസോഴ്സസും ഐടി. അതൊക്കെ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കും. അപ്പൊ നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കി. എന്താണ്? ഫസ്റ്റ് വൺ തെറാപ്യൂട്ടിക്, ദെൻ സെക്കൻഡ് വൺ ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ദെൻ ഇൻഫോർമേറ്റീവ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിക്കുമ്പോൾ തന്നെ ഈ ജനറലിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. എന്തെങ്കിലും മോക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഇന്നലെ ഫൈനൽ എക്സാമിലൊക്കെ വരികയാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അത് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലാണ് തെറാപ്യൂട്ടിക്കും ജനറലും ഡയഗ്നോസ്റ്റിക്കും ഇൻഫോർമേറ്റീവും ഒക്കെ ഉള്ളത്. തെറാപ്യൂട്ടിക്കില് മസ്റ്റായിട്ട് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയഗ്നോസ്റ്റിക്സ്. ജനറലാണ് CSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, മോർച്ചറി വരുന്നത്. ഡയഗ്നോസ്റ്റിക് രണ്ട് രീതിയിലാണ്. ഒന്ന് ലബോറട്ടറി ടെസ്റ്റിന്റെ റിസൾട്ട് ബേസിൽ, അതല്ലെങ്കിൽ റേഡിയോളജി, അല്ലെ, സ്കാനുകളുടെ റിപ്പോർട്ടിന്റെ ബേസിലൊക്കെ ഡയഗ്നോസ്റ്റിക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ഭാഗം കൂടിയുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ നമ്മൾ കണ്ടു, അല്ലെ, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ് പ്രധാനമായിട്ടും വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അവിടെ നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഇതിന്റെ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെ. അവിടെ തീർച്ചയായിട്ടും ലോണ്ടറി ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, റേഡിയോളജി ഭാഗമൊക്കെ ഉണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പോകണമെങ്കിൽ എന്താണ്? നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ അവിടെ ആവശ്യമാണ്, അല്ലെ. നല്ലൊരു ഭരണ ചുമതലയുള്ള, അവര് നല്ല നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന. ഇൻഷുറൻസ് ഒക്കെ അതില് വരാനായിട്ടുള്ള സാധ്യതയില്ല. അതൊക്കെ നമ്മൾ ഫിനാൻസിന്റെ ഇതിൽ വരുന്നുണ്ട്, ഫിനാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അതിലൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോളിൽ വരുമ്പോൾ എന്താണ്? ഇതേമാതിരി ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഭരണപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസികളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ട്. ഇത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ ഫിനാൻസ്, അല്ലെ, നമുക്കറിയാം അല്ലെ, മുതൽ മുടക്കിയിട്ട് റിട്ടേൺ ഉണ്ടാക്കുകയാണ്, അല്ലെ. സാധാരണയായിട്ട് അത് നല്ല രീതിയിൽ തന്നെ കൺട്രോളബിൾ ആക്കിയിട്ട് തന്നെ ഫിനാൻസ് ഇറക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതേമാതിരി തന്നെയുള്ള അവിടെയുള്ള വർക്കേഴ്സിനെല്ലാം കൃത്യമായിട്ടുള്ള വേതനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഹ്യൂമൻ റിസോഴ്സസ്, നമുക്കറിയാം കൂടുതലായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെ, നല്ല കാര്യക്ഷമമായിട്ട് തന്നെ അവിടെ വർക്കേഴ്സ് വർക്ക് ചെയ്താൽ മാത്രമാണ് റിസൾട്ടുകൾ നേടിയെടുക്കുക, അല്ലെ, നല്ല ഹോസ്പിറ്റലിന്റെ സേവനം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ മെഷീൻസും കുറെ സൗകര്യങ്ങളും ഉണ്ടായാൽ മാത്രം ഹോസ്പിറ്റല് നന്നാവോ? ഇല്ല. അവിടെയുള്ള ഓരോ പേഴ്സൺസും, അല്ലെ, അതിനെ കൈകാര്യം ചെയ്യുന്ന ഓരോ പേഴ്സൺസും നല്ല ആക്റ്റീവായിട്ട് നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇൻ കേസ് പേഷ്യൻസിന്റെ അനുസരിച്ചിട്ട് തന്നെ അവിടെ നഴ്സുമാരൊക്കെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ. ഒരുപാട് പേഷ്യൻസും കുറച്ച് നഴ്സുമാരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അല്ലെ. ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യണം.
അപ്പൊ എന്താണ് പേഷ്യൻസിന് അനുസൃതമായിട്ടുള്ള നഴ്സുമാരൊക്കെ അല്ലെ, അവരെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്ത് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് വിങ് ഒക്കെ ഉണ്ട്. അതായത് എവിടെയെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഓവർലോഡ് ആവുകയും അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളൊന്നും ഇല്ല എന്നൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്തത്. ഇതിന്റെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ഒരുപാട് പഠിക്കാനുള്ള ഒരു പോർഷനാണ്. അവരെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, കറക്റ്റ് ബേസിൽ കറക്റ്റ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഓരോ പേഴ്സൺസിനൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന് മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. വീണ്ടും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഔട്ട് പി ഡി ആൻഡ് ഐ പി ഡി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Then supportive department classified 3 therapeutic, general, diagnostic, informative. അതിലേക്ക് എഴുതി വരുന്നതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. Then administrative. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് ഞാൻ അടുത്തതെങ്കിലും തുടങ്ങി വെക്കണം എന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. നമുക്കപ്പോ ജസ്റ്റ് ഒന്ന് അടുത്തതൊന്ന് തുടങ്ങി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി എന്നാ പറയണേ. അത്രയും പഠിക്കാനായിട്ട് കൂടുതലുണ്ടാവും. ഫസ്റ്റ് ഇച്ചിരി അത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇതായത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിങ്ങനെ ടേംസുകൾ അങ്ങനെ അല്ലേ, CSD എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ടേംസുകളൊന്നും പരിചയം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം നമ്മൾ കണ്ടു. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു ഇതാണ് എന്താണ് ഇൻപേഷ്യന്റ് സർവീസും ഔട്ട് പേഷ്യന്റ് സർവീസും നമ്മൾ കണ്ടു. എന്താണ് ആദ്യം കണ്ട മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും നമ്മൾ എന്താണ് കണ്ടു അല്ലെ. എന്താണ് ഔട്ട് പേഷ്യന്റ് എന്നും ഇൻപേഷ്യന്റ് എന്താണെന്ന് ഞാൻ നേരത്തെ വിവരിച്ചു. ഇനി ആ ഒരു ഇൻപേഷ്യന്റിൽ എന്തൊക്കെ സർവീസ് ആണ് പ്രദാനം ചെയ്യുന്നത്, ഔട്ട് പേഷ്യന്റിൽ എന്തൊക്കെയാണ് വരുന്നത്. സാധാരണയായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തിയാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ നമുക്കറിയാം ഹോസ്പിറ്റലില് അല്ലെ, ചില വലിയ ഹോസ്പിറ്റലാണെങ്കിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനവും അവിടെ ഉണ്ടാവും. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഷ്യന്റിന് ഇങ്ങനെ ഡോക്ടർ വിസിറ്റ് കൺസൾട്ടേഷൻ ഒക്കെ നടത്തിയിട്ട് ഓക്കെ ചിലപ്പോ പേഷ്യന്റിന് മെഡിസിൻസോ തെറാപ്പിയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് തെറാപ്പി ചെയ്താൽ മതിയെന്നോ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കാത്ത സ്ഥിതികളിൽ അഡ്മിഷൻ വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ സാധാരണയായിട്ട് അഡ്മിഷൻ വരുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാറ്, ഏതൊക്കെ രീതിയിൽ അഡ്മിഷൻ എടുക്കാറുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല, ഈ മെഡിസിൻ കൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന തെറാപ്പി ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തില് മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടോ നിങ്ങൾക്ക് ഈ രോഗം ശമനമാവാൻ പറ്റില്ല, കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും. ഓക്കെ, ഫീവർ ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, IPD കിട്ടും. ഓക്കെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, IPD. ഇനി IPD ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം? ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രൈവറ്റ് റൂം, ഓക്കെ ഞാൻ ഉദ്ദേശിച്ചതിലേക്ക് വന്നില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് റൂമിൽ എടുക്കാം, അല്ലെങ്കിൽ ജനറൽ വാർഡിൽ അഡ്മിഷൻ എടുക്കാം അല്ലെ. 2 രീതിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം, ശരിയല്ലേ? ഓക്കെ, വാർഡിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എമർജൻസി റൂമിൽ നമുക്ക് എടുക്കാം.
അപ്പൊ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ എമർജൻസി ആയിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കണം എന്ന് ചിലപ്പോൾ പറയാം. അത്യാഹിത വിഭാഗത്തിലേക്ക്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ICUയിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിലും കൊണ്ടുപോകാം. ICUയിലേക്ക് കൊണ്ടുപോകാം. ചിലപ്പോ റൂമിലേക്ക് വേണമെങ്കിൽ പേഷ്യന്റിന്റെ നിർദ്ദേശപ്രകാരം റൂം വേണമെങ്കിൽ റൂമിൽ എടുക്കാം, അതല്ലെങ്കിൽ വാർഡിലെടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് പേഷ്യൻസ് റൂം നമുക്കറിയാം, അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് അവർ ഈടാക്കും, അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും. ഏത് ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഒരുപാട് നല്ല ഹൈ ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ എന്താണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. ടെലിവിഷനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള റൂമായിരിക്കും. ചില ഹോസ്പിറ്റലൊക്കെ നമുക്കറിയാം റൂം എന്ന പേരിനുള്ള റൂമായിരിക്കും, ചിലപ്പോൾ അതിനോട് ചേർന്ന് ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വ്യത്യസ്ത ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാകും. ദെൻ പേഷ്യന്റ് വാർഡ് നമുക്കറിയാം, വാർഡില് ചിലപ്പോ നമുക്ക് വാർഡിലായിരിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് പേഷ്യന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിലും അഡ്മിഷൻ കിട്ടാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതായത് ICUയിലൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ കൊടുക്കേണ്ട വരും പേഷ്യന്റ് ഇത്രയും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ICUയിലേക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും. അതനുസരിച്ചിട്ട് ICUയിലെ ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് കൊടുക്കും. ദെൻ ഓപ്പറേഷൻ തിയേറ്റർ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കൊടുക്കേണ്ട പേഷ്യൻസ് ഉണ്ടാവും അപ്പൻഡിക്സ് സംഭവിക്കുന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അർജന്റീനയിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ ലേബർ റൂമിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ലേബർ റൂംസ് നമുക്കറിയാം, അത് പ്രസവ ചികിത്സ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ മെറ്റേണിറ്റി വാർഡ്സ് എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള പ്രസവ ചികിത്സ ഇതാണ്. ആ ഒരു പ്രത്യേക വാർഡിലായിരിക്കും അവര് വരുന്നത്. ആക്സിഡന്റ് കേസുകളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തില് ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ചികിത്സ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഡോക്ടർ അഡ്മിഷൻ എഴുതുകയാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള അഡ്മിഷൻ ആവാം. മെയിനായിട്ട് ചിലപ്പോൾ റൂമിൽ അഡ്മിഷൻ കൊടുക്കാം, വാർഡിൽ അഡ്മിഷൻ കൊടുക്കാം, ഇന്റൻസീവ് ICUയില് പെട്ടെന്ന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ ICUയിൽ അഡ്മിഷൻ കൊടുക്കാം. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ഓപ്പറേഷൻ വിധേയമാക്കാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊടുക്കാം. നമുക്കറിയാം പ്രസവ ചികിത്സകളൊക്കെ സെപ്പറേറ്റ് വാർഡാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ലേബർ റൂം സംവിധാനമാണ് മെറ്റേണിറ്റി വാർഡാണ്. പ്രസവ ചികിത്സകളെല്ലാം ആ ഒരു സെപ്പറേറ്റ് വിങ്ങിലായിരിക്കും നടത്തുന്നത്. ആ ഒരു വാർഡിലായിരിക്കും അഡ്മിഷൻ കൊടുക്കുന്നത്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവവുമായി ബന്ധപ്പെട്ടത് ലേബർ റൂം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലേബർ റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ തിയേറ്ററും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതേമാതിരി തന്നെയുള്ള വാർഡാണ് മെറ്റേണിറ്റി വാർഡ്. പ്രസവ ചികിത്സ, കുട്ടികളുടെ ആ ഒരു ബർത്തുമായി ബന്ധപ്പെട്ട ചികിത്സാ വാർഡാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഇൻപേഷ്യന്റ് സർവീസിൽ അറിയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് അവിടെ എന്താണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തതാണ്, ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും എന്താണെന്ന്. അതിൽ ഇൻപേഷ്യന്റ് ആവുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാവാം, ഇതിൽ ഏതെങ്കിലും രീതിയിലായിട്ടായിരിക്കും ഓരോ പേഷ്യന്റും അവിടെ ഇൻപേഷ്യന്റ് ആയിട്ട് വരുന്നത്. ഇനി ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബുക്ക് ചെയ്ത് പോകുന്നവരുണ്ടാവും, വന്ന് ഷീറ്റ് എടുത്ത് ഏത് ഡോക്ടറാണോ നമ്മള് ഒരു ഡോക്ടറിന്റെ നമുക്കറിയാം ഒരു സ്പെഷ്യലിസ്റ്റ് ഇപ്പോഴത്തെ കാലത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഹോസ്പിറ്റലാണ് എല്ലാം കൂടിയ ഹോസ്പിറ്റലുണ്ട്. ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഭാഗങ്ങൾ നമുക്കറിയാം. എന്താണ് പീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ ന്യൂറോളജി വിഭാഗമോ എന്തെങ്കിലും ഒഫ്താൽമോളജി, അതിനു വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി മാത്രം ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോരുന്നുണ്ടാവും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് സർവീസുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതിൽ വരുന്നതാണ് കാഷ്വാലിറ്റി. അറിയാം കാഷ്വാലിറ്റിയിൽ ചെല്ലുന്നത് എന്താണ്, എപ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? അറിയോ കാഷ്വാലിറ്റിയിൽ? ഇപ്പൊ രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ എവിടെയും പോവാ? ഡോക്ടേഴ്സിന്റെ സമയം കഴിഞ്ഞു, ഒരു കുട്ടികൾക്കൊക്കെ രോഗം വന്നു, അപ്പൊ എവിടെ കാണിക്കുക? ഓക്കെ, നൈറ്റ് എമർജൻസി ഒക്കെ ആവുമ്പോ അല്ലെങ്കിൽ നൈറ്റ് ഓക്കെ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ കാഷ്വാലിറ്റിയിലെ ചെല്ലുക. അവിടെ ഒരു ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ആയിരിക്കില്ല അവിടെ ഇരിക്കുക. മൊത്തത്തിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ വിഭാഗത്തിന്റെ ആ ഡ്യൂട്ടി അനുസരിച്ചിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ടൈം കഴിയുമ്പോൾ. ഓക്കെ, അങ്ങനെ 2-3 രീതിയിലാണ് നമ്മൾ കാഷ്വാലിറ്റിനെ സമീപിക്കുക. പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വരുന്ന കഴിഞ്ഞാൽ കാഷ്വാലിറ്റി കാണിച്ചിട്ട് അവര് ഡിസൈഡ് ചെയ്യും ഇത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്, ഏത് വിഭാഗത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന്
അവരുടെ നിർണ്ണയം അനുസരിച്ചിട്ട് പോകും. ഇൻ കേസ് നൈറ്റ് സമയങ്ങളിലൊക്കെ, അതായത് OP സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ ഇരിക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുട്ടികളെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കാഷ്വാലിറ്റി കാണിക്കും. അതിനുശേഷം ഡോക്ടർ മിക്കവാറും നമുക്കറിയാം ആ ഡോക്ടേഴ്സ് ആ സിംറ്റംസ് അല്ലെ ഏത് സിംറ്റംസിന് ആണോ കൊണ്ടുപോകുന്നത് ആ രീതിക്ക് അനുസരിച്ചിട്ട് മെഡിസിൻ പറയും. ദെൻ വീണ്ടും അവരെന്താണ് പറയുക, ഇനി നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ വരാൻ പറയുമോ? ഇല്ല. ഇത് കുറഞ്ഞില്ലെങ്കിൽ ഏത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതാണോ അതുമായി ബന്ധപ്പെട്ട ഡോക്ടറിനെ നിങ്ങൾ കാണിക്കാനായിട്ട് പറയും. അല്ലെ, കുട്ടികളുടെ പീഡിയാട്രീഷ്യന്റെ ഇതുമായി ബന്ധപ്പെട്ടാണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് സിംറ്റംസ് അനുസരിച്ചിട്ട് അവരെ മെഡിസിൻ കൊടുക്കും. ഈ കേസ് ചിലപ്പോഴൊക്കെ പറയും നിങ്ങൾ നാളെ തന്നെ നിങ്ങൾ പീഡിയാട്രീഷ്യനെ കാണിക്കണം, അല്ലെങ്കിൽ സർജനെ കാണിക്കണം, അതല്ലെങ്കിൽ ഇന്ന ഫിസിയോളജി അല്ലെ ഏതാണോ അല്ലെ. ചിലപ്പോ ഒരു ഏത് ഡോക്ടറാണ് ഇരിക്കുന്നത് ആ ഡോക്ടർ ആ സിംറ്റംസിന് അനുസരിച്ചിട്ട് അപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മെഡിസിൻ തരും. കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരിക്കലും നിർദ്ദേശിക്കില്ല. ചിലപ്പോഴൊക്കെ നമുക്കറിയാം കാഷ്വാലിറ്റി കാണിച്ചു കഴിയുമ്പോൾ തന്നെ രോഗങ്ങളെ പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലല്ലേ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ കാഷ്വാലിറ്റിയിലെ ആ സേവനം കൊണ്ട് തന്നെ തൃപ്തികരമായിരിക്കും, ആ രോഗങ്ങളൊക്കെ മാറും. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ ഡോക്ടർ സ്പെഷ്യലി നിർദ്ദേശിക്കും നിങ്ങൾ മസ്റ്റായിട്ട് ഇന്ന ടൈമിൽ കാണിച്ചിരിക്കണം. ഇത് ജസ്റ്റ് അല്ലെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലുള്ള മെഡിസിൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയും. അല്ലെ, കാഷ്വാലിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? എമർജൻസി കേസുകളിലോ ഡോക്ടേഴ്സ് ഇരിക്കുന്ന സമയം കഴിയുമ്പോഴോ അല്ല നൈറ്റിലൊക്കെ ആവുമ്പോഴാണ് ഈ കാഷ്വാലിറ്റി സേവനങ്ങൾ സാധാരണയായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട് പേഷ്യൻസ് തയ്യാറാവുന്നത്. ദെൻ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കാം. ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.